വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്നോ, പൊട്ടറ്റോ മെഴുകുപുരട്ടി. നമ്മളെല്ലാവരും പൊട്ടറ്റോ പല വിധത്തിൽ കറി വെക്കാറുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ വെജിറ്റബിൾ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ പൊട്ടറ്റോ മെഴുകുപുരട്ടി. തന്നെയുമല്ല, ഇതിന് നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 2 വലിയ പൊട്ടറ്റോ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പൊട്ടറ്റോയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് പീൽ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇങ്ങനെ ഒരു പീലർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അതൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം 1 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് നമ്മളെടുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോ മുഴുവനും തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം മെഴുക്കുവരട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവോളയുടെ പകുതിയുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നുണ്ട്. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂണാണ്. അപ്പോൾ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് താത്തി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇനി ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഇത് വേവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കവറൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇതുപോലത്തെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക കളറൊക്കെ വരും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ പാനിനകത്ത് നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അടിക്കൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അതിനകത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഇളക്കണം, കാരണം ഇതങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മതി. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇത് കണ്ടോ, നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം അല്ലേ. ഇതെല്ലാം തന്നെ ഞാൻ ഒരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ മെഴുകുപുരട്ടി? വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഇതുവരെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇഷ്ടമുള്ളതല്ലേ. അതുകൊണ്ട് ഈ പൊട്ടറ്റോയുടെ റെസിപ്പികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടാവുള്ളൂ, അല്ലെങ്കിൽ അവർ കഴിക്കത്തില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.